എല്ലാവരെയും ഒരുപാട് സന്തോഷത്തോടു കൂടി കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു ചായ കുടിയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ എൻ്റെ ദിവസം തുടങ്ങിയിട്ട് കുറച്ചധികം സമയമൊക്കെ ആയി. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെയാണ് അടുക്കളയിൽ കയറി ചായ ഇടാമെന്നൊക്കെ വിചാരിച്ചത്. അമ്മ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കപ്പായിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു ചായ വേണം. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ചായ കുടിക്കണം, പക്ഷെ കുടിക്കാതിരിക്കാനായിട്ട് ഇപ്പോൾ പറ്റണില്ല. ആദ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു, ചായയൊന്നും അങ്ങനെ ചായ കൂടി അങ്ങനെ ഒരു ശീലമേ ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ പിന്നെ എല്ലാവർക്കും ചായ ഇല്ലാണ്ട് അവർക്ക് ഒരു ദിവസം ചിന്തിക്കാൻ പോലും വയ്യ. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മളും ആ ഒരു രീതി അങ്ങ് ആവുമല്ലോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ രാവിലെ തന്നെ പച്ചരിയൊക്കെ അളന്ന് മാറ്റണതാണ്. ഇനി ഇത് വെള്ളത്തിലിട്ടിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കണം. അതിന് വേണ്ടി അളന്ന് 2 കിലോ അമ്മ നാഴിയിൽ അളന്ന് മാറ്റിയതാണ്. ഈ നാഴിക്കണക്ക് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അമ്മ ചിലപ്പോൾ പറയും അഞ്ഞാഴി അരി അല്ലെങ്കിൽ ഇരുന്നാഴിയല്ല, കുഴപ്പമില്ല, ഇരുന്നാഴി എന്നല്ല, നാവൂരി അരി അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ഒരു പിടുത്തവും കിട്ടൂല. എത്ര പറഞ്ഞാലും എനിക്കത് മണ്ടയ്ക്കകത്ത് കയറൂല. നമുക്കിപ്പം 1 നാഴി 2 നാഴി 3 നാഴി അതൊക്കെ ആ കണക്കിൽ നമുക്കറിയാവും. ഈ പണ്ടുള്ളവരുടെ ഓരോരോ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ, അത് അവർക്ക് മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അമ്മ എന്തായാലും 2 കിലോ നാഴിയിൽ അളന്നൊക്കെ മാറ്റി. അത് കഴിഞ്ഞിട്ട് രാവിലെ നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു ചീരക്കറി വെക്കാമെന്നും പറഞ്ഞിട്ട് അമ്മ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തലേ ദിവസം കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ അതും കൂടെ അങ്ങ് തോരൻ വെച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. ഈ 2 സംഭവങ്ങളും ചെയ്തതിന് ശേഷം കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും കാപ്പി കുടിക്കുമ്പോഴേക്കും 9 മണിയെങ്കിലും ആവും. പിന്നെ നമ്മൾ നേരം വെളുക്കുമ്പോഴേ ഉണ്ടാക്കി വെച്ച് അത് തണുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കണവത്തോരനും ഇവിടെ റെഡി ആവാറായി. കണവത്തോരൻ വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമ്മൾ കണവ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കണം. കണവ ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോഴേക്ക് അതിൽ കൊത്തിയെരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ 2 സംഭവങ്ങളും കൂടെ അങ്ങ് വേവുമ്പോഴേക്ക് അതിൽ കുറച്ച് അരപ്പിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ തേങ്ങാപ്പീര, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി, ഒരല്പം പെരുംജീരകപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തോരത്തിന് അരയ്ക്കുന്ന പരുവത്തിന് അരച്ച് അതിലിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. നല്ല കീടിലൻ എന്ത് പറയാനായിട്ട് കണവത്തോരൻ കിട്ടും. ഇത് നമ്മളെ സ്റ്റൈലാണ്. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന് ചീരത്തോരൻ വെക്കേണ്ട, ചീരക്കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ചീരക്കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനായിട്ട് കുറച്ച് തോരൻ പരിപ്പും കുറച്ച് ഉള്ളിയും കൂടെ ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് അതൊന്ന് വെന്ത് വന്നപ്പോഴേക്ക് ഈ ചീരയും കൂടെ ഇട്ട് കൊടുത്ത് അതിനുശേഷം അരപ്പ് അരച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ അവിയലിനൊക്കെ അരക്കില്ലേ, ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിരുന്ന ആ അരപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ, അത്ര മാത്രം മതി. അതിനുശേഷം കടുകും കൂടെ താളിച്ചൊഴിച്ചെടുത്താൽ നല്ല കിടിലൻ ചീരക്കറിയാണ് കിട്ടണത്. അപ്പോൾ നമുക്ക് ചോറിന് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും കുബൂസൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുബൂസ് പറയാനായിട്ട് കാരണം ഇവിടെ ഒരാൾക്ക് എക്സ് ഗൾഫാണല്ലോ. എന്ത് സംഭവം ഉണ്ടെങ്കിലും കുബൂസ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും അത് വാങ്ങിക്കൊണ്ട് വരും. എനിക്കാണെങ്കിൽ ഈ സാധനം കണ്ണിന് നേരെ കണ്ടുകൂടാ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അമ്മയ്ക്കും അങ്ങനെയാണ്, ഇത് ഇഷ്ടമില്ല. പക്ഷേ ഗൾഫുകാർക്ക് എന്തോ ഈ കുബൂസ് എന്ന് പറയുന്നത് അവരൊരു ദേശീയ ഭക്ഷണമാണല്ലോ, അതുകൊണ്ട് അവർക്ക് അതിൻ്റെ അടുത്തൊരു പ്രത്യേക മമത കാണും. അങ്ങനെ ഇവിടെ ഞങ്ങളുടെ കറികളൊക്കെ റെഡിയായി. ഇനി അമ്മ കടുകും കൂടെ താളിച്ചൊഴിക്കാനായിട്ട് പോണതാണ്. ഇനി എന്തായാലും ചീര കിട്ടുമ്പോഴേക്കും ഇതുപോലൊരു ചീരക്കറി വെച്ച് നോക്കണം. നിങ്ങളാരും വെക്കാത്ത ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഏത് കറികൾ വെക്കാത്ത, ചീരക്കറിയൊന്നും വെക്കാത്ത കുറച്ച് പേരെങ്കിലും കാണില്ലേ, അവരുദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. പിന്നെ നല്ല കണവത്തോരനായിരുന്നു, അതും റെഡിയായി. നമ്മുടെ കറിയും റെഡിയായി. ഇനിയാണ് കാപ്പി ഉണ്ടാക്കാനായിട്ട് പോണത്. കാപ്പിക്ക് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അപ്പോൾ മുട്ടക്കറി വെക്കാനായിട്ടുള്ള സവോളക്കാലിട്ടിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് വറ്റൽമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊക്കെ എല്ലാം ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഇളക്കി എടുക്കുകയുള്ളൂ. അതിനുശേഷം അടപ്പിട്ട് അടച്ചിട്ട് തീ നല്ല ലോ ഫ്ലെയിം ആക്കി വെക്കും. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഒരു അല്പം തീ അടിച്ചടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടും, നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടും. ഇനി ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് നനച്ച ഉടനെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് നനച്ചിട്ട്
ഇപ്പോൾ ചൂടുവെള്ളത്തിലാണല്ലോ നനയ്ക്കണത്. നനച്ചതിന് ശേഷം ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെയൊക്കെ നനച്ചിട്ട് നല്ല നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ മാവ് ഇങ്ങനെ പദം വരുത്തി എടുക്കൂലേ, അതേപോലെ ഇടിച്ച് നല്ല പദം വരുത്തി എടുത്തിട്ട് എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ മേളിൽ ഫുള്ളൊന്ന് എണ്ണ തടവി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിലിടുമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. എന്നിട്ട് ഓരോ ഹോളും കൂടെ നമ്മൾ ചൂണ്ടുവരലുകൊണ്ട് ഇങ്ങനെ ഹോളിട്ട് വെച്ചിരുന്നാൽ മതി. എയർ സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നന്നായിട്ട് പദം വന്നിരിക്കും. അതിനുശേഷം നമ്മൾ ഇടിയപ്പം സേവനാഴിയിലോട്ട് ഇട്ട്, ഇടിയപ്പം അല്ല മാവ് സേവനാഴിയിലോട്ടിട്ട് പിഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് അറിയാൻ പറ്റും. അപ്പം നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇടിയപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ചില ദിവസങ്ങളിൽ അറിയാമല്ലോ, ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ ഇടിയപ്പം എടുത്ത് ഒരാളെ എറിഞ്ഞാൽ അവർ ആ സമയം വീണ് മരിക്കും. അതുപോലത്തെ കല്ലൻ ഇടിയപ്പം ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യയൊക്കെ നമ്മൾ പരീക്ഷിക്കുമ്പോഴേക്കും നല്ലതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ പച്ചരി ചില പച്ചരി കൊള്ളത്തില്ലല്ലോ, ഇങ്ങനെ പശയുള്ള മാവെന്നൊക്കെ പറയാം അമ്മയൊക്കെ. അതേപോലത്തെ പച്ചരിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇടിയപ്പം ഒന്നും ശരിയാവില്ല. അങ്ങനെ അമ്മയുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ആ സേവനാഴിയിലോട്ടാക്കുന്നു, അത് പിഴിയുന്നു. ഒരു മേളം തന്നെ ഇവിടെ. അപ്പോൾ ഇടിയപ്പം എന്തായാലും സക്സസ്സായ നല്ല സൂപ്പർ ഇടിയപ്പമായിരുന്നു. നല്ല പഞ്ഞിക്കെട്ടോലെ ഇരുന്ന് മുട്ടക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേശുവും അച്ഛനും ഇവിടെ നല്ല ഉറക്കം, രണ്ടാളും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇനി ഒരു 2-3 മാസം കൂടെ കഴിയുമ്പോഴേക്ക് കേശുവിൻ്റെ ഈ ശീലങ്ങളൊക്കെ എല്ലാം മാറ്റിയെടുക്കണം. സ്കൂളിൽ പോകാറാകുമ്പോഴേക്ക് വണ്ടിയിലാണെങ്കിൽ 8:30 വണ്ടി വരും. വണ്ടിയിൽ വിടാനായിട്ട് നമുക്ക് താല്പര്യമില്ല. നമുക്ക് 2 പേർക്കും വണ്ടി ഉള്ളതുകൊണ്ട് അതിൽ കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ ഇനി എന്താവുമെന്ന് കണ്ടറിയാം. ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ചന്തയിൽ പോകണം. മീൻ ഇരിപ്പുണ്ട്, എന്നാലും നാളത്തേക്കുള്ളത് വാങ്ങിച്ചു വെച്ചാൽ പെട്ടെന്ന് ജോലി തീരുമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ മീനൊക്കെ വെച്ച് ബാക്കി സംഭവങ്ങളൊക്കെ വെച്ച് വരുമ്പോഴേക്ക് ലേറ്റ് ആവും പോലെ തോന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ദിവസം മുന്നേ മീൻ വാങ്ങി വെച്ചിരിക്കും. അപ്പോൾ ഇനി കാപ്പി കുടിക്കുന്ന ടൈമായി. നല്ല പൂ പോലത്തെ ഇടിയപ്പമായിരുന്നു, നല്ല മുട്ടക്കറിയും. നല്ല കുറച്ചധികം ദിവസമായി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നുമല്ലോ. അതുമല്ല നല്ല പഞ്ഞ പോലത്തെ ഇടിയപ്പം ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ 2 കഴിക്കേണ്ട സ്ഥാനത്ത് 4 എണ്ണമൊക്കെ കഴിച്ചു പോകും. അങ്ങനെ ചേട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഷോപ്പിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഇനി ചന്തയിൽ പോകണം. അതുപോലെ കുറച്ചധികം ചിരട്ട ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഇതുകൊണ്ട് വീട്ടിൽ കൊടുക്കണം. അപ്പോൾ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ കേശ് ചെറുതായിട്ടൊന്ന് ചിണുങ്ങണുണ്ട് കൂടെ വരാനായിട്ട്. മോനെ ചന്തയിൽ കൊണ്ടുപോകാനൊന്നും ഒരു രക്ഷയുമില്ല. അപ്പോൾ കുറച്ച് കരഞ്ഞാലും പ്രശ്നമില്ല. അങ്ങനെ ഞാൻ നേരെ ചിരട്ടയായിട്ടൊക്കെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഇവിടെയൊക്കെ ക്ലീനിങ് പരിപാടി നടക്കുകയായിരുന്നു. അമ്മ അവിടെ കുക്കിങ്ങുമാണ്. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചധികം ഉണ്ട് തൂക്കാനും തുടയ്ക്കാനും എല്ലാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു മനസ്സിനൊരു കുളിർമ പോലെയാണ്. ഒരുപാട് സ്ഥലവും ഉണ്ട്, നമുക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ശുദ്ധമായി ശ്വസിച്ചിരിക്കാൻ പറ്റുമെന്നൊരു തോന്നലാണ്. അപ്പോൾ നല്ല കണ്ണൻകൊഴിയാള മീനാണ് കിട്ടിയത്. അങ്ങനെ അമ്മ അവിടെ മീൻ വെക്കാനുള്ള ഒരുക്കത്തിലാണ്. എനിക്കാണെങ്കിൽ വീട്ടിൽ വന്നാലും മൊത്തത്തിലൊന്ന് അരിക്കണം. എന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ എല്ലായിടും കയറി ഇറങ്ങി ഒന്ന് പരിശോധിക്കും. ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കേണ്ടതായിരിക്കും. ഒരാവശ്യമില്ല, എന്നാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മനസ്സമാധാനമാണ്. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേക്ക് ടാങ്ക് ഇരിക്കുന്നത് കണ്ട്. പിന്നെ ടാങ്ക് കണ്ടാൽ ഭയങ്കര ദാഹമാണ്. അതുവരെ വെള്ളം ദാഹം ഇല്ലെങ്കിലും അത് കാണുമ്പോഴേക്ക് പെട്ടെന്നൊരു ദാഹം വരും. അങ്ങനെ കുറച്ച് ടാങ്കൊക്കെ കലക്കി കുടിച്ചിട്ട് ഇനി നേരെ ചന്തയിൽ പോയി മീനും വാങ്ങിച്ചിട്ട് പോയി രമ്യ ചേച്ചിനെയും കൂടെ വിളിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. നന്ദു അനന്തു ഇവിടെ വീട്ടിലുണ്ട്. പിള്ളേർ സെറ്റൊക്കെ എല്ലാം ഇന്നലെ അവർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മീൻകറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്മ വയ്ക്കുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. അരപ്പ് അരച്ചിട്ട് അതിൽ തക്കാളി, കറിവേപ്പില, പിന്നെ മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ടിട്ട് അരപ്പൊന്ന് വേവിക്കും. അരപ്പൊന്ന് തിളപ്പിക്കും. തിളച്ചതിന് ശേഷമാണ് അമ്മ മീനിട്ടൊക്കെ എടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ചന്തയിൽ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ രമേശി വിളിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്നും ഉണ്ടായിരുന്നു കുറേ ചിരട്ട. അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് അപ്പോൾ ഇവിടെ ആ ചിരട്ടയും കൂടെ രമ്യ ചേച്ചി കൊണ്ടുവന്ന ചിരട്ടയും കൂടെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച്
ഈ ചിരട്ടയെല്ലാം കൂടെ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തത് വേറൊന്നും അല്ല, അമ്മ മാത്രമാണ് ഇപ്പം അടുപ്പിൽ വേവിക്കണത്. നമുക്കും പറ്റൂല, രമേച്ചിയുടെ അവിടെയൊന്നും പറ്റൂല. അപ്പോൾ ഈ ചിരട്ട എല്ലാം കൂടെ കൊണ്ട് ഇവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. അമ്മയ്ക്കാണെങ്കിൽ ചിരട്ട കണ്ടപ്പോഴേക്കും ഇതുപോലെ ഒരു സന്തോഷമില്ല. ഈ അടുപ്പിൽ വേവിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിരട്ടയൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഇനി നേരെ വൃന്ദാവനത്തിലോട്ട് പോകണം. മീനും ഞങ്ങൾക്ക് കണ്ണൻകൊഴിയാളെയാണ് കിട്ടിയത്. ഇനി കണ്ണൻകൊഴിയാളെയും കൂടെ വെക്കണം, കാരണം ഇവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമ്മുടെ കണവ മാത്രം തികയൂല. ഇനി കണ്ണൻകൊഴിയാളെയും കൂടെ വെച്ചിട്ട് ചക്കയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വരിക്കച്ചക്കയാണ് കിട്ടിയത്. അതും കണ്ണകി ദേവി അനുഗ്രഹിച്ചതല്ലേ വരിക്കച്ചക്കേനെ, വരിക്ക പ്ലാവിനെ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാനായിട്ട് കാരണം, അപ്പോൾ ഞാനിങ്ങനെ മുന്നേ കണ്ണകി ശാപമാണ് മാങ്ങയ്ക്ക് മാവിന് എന്ന് പറഞ്ഞപ്പോഴേക്ക് അതിൻ്റെ കഥ ഒന്ന് പറയണേ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കഥ തന്നെ. എന്നാലും ആ പറഞ്ഞവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊന്ന് പറയണത്. ഞാൻ പറയണത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല, എന്നാലും 90% അത് ശരിയാണ്. അങ്ങനെ അമ്മ ഇവിടെ ദാ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ചക്ക കട്ട് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണകി ശാപത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. നമ്മുടെ ദേവീക്ഷേത്രങ്ങളിലെല്ലാം അറിയാമല്ലോ തോറ്റംപാട്ടുണ്ട്. തോറ്റംപാട്ട് അതിന് ഒരു ഭയങ്കര പ്രത്യേകതയാണ്. തോറ്റംപാട്ട് നമ്മൾ കേട്ട് പഠിക്കണം, എഴുതി പഠിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട് തോറ്റംപാട്ടിന്. അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൽ 7 ദിവസമാണ് ഉത്സവം. അപ്പോൾ ഇവിടെ 3ാമത്തെ ദിവസമാണ് ദേവിയുടെ കല്യാണം വരണത്. അത് എല്ലാം പാട്ടിലൂടെയാണ് പറയണത്. 5ാമത്തെ ദിവസമാണ് കൊന്നു തോറ്റു വരണത്. അപ്പോൾ ഈ കൊന്നു തോറ്റംപാട്ടിൻ്റെ അന്നാണ് ഈ കഥകളെല്ലാം കേൾക്കുന്നത്. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ മുന്നേക്ക് ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ കൊന്നു തോറ്റിൻ്റെ അന്ന് അന്നദാനം കാണുമല്ലോ, ഉച്ചയ്ക്ക് കഞ്ഞി സദ്യ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ദീപാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ലൈറ്റും ഓഫാക്കും. ലൈറ്റെന്ന് പറഞ്ഞാൽ ഈ അലങ്കാര ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓഫാക്കും. പിന്നെ ആ തോറ്റംപാട്ട് മൈക്കിൽ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ദേവി അത്രയും സങ്കടപ്പെട്ട് ദുഃഖത്തിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ തോറ്റംപാട്ടെന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, തോറ്റി എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കണതാണ് ഈ തോറ്റണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവലനെ കൊന്നതിന് ശേഷം തോറ്റിയതിന് ശേഷം മാത്രമേ പിന്നെ ബാക്കി പാട്ടെല്ലാം മൈക്കിലൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ഇതിങ്ങനെ കേൾക്കാനായിട്ട് പോകും. ഭയങ്കര ഫീലാണ്. അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ കണ്ണകി ദേവിയുടെ ചിലമ്പ് മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പാലകരെ ഇങ്ങനെ രാജാവ് അവസാനം തൂക്കിലേറ്റും. അപ്പോൾ ദേവി ഇങ്ങനെ ഒറ്റ ചിലമ്പുമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ വഴിയിൽ കാണുന്ന എല്ലാവരോടും ചോദിക്കാറുണ്ട് എൻ്റെ ഭർത്താവിനെ കണ്ടോ എന്ന്. അവസാനം പോയി വരിക്കപ്ലാവിൻ്റെയോട് ചോദിക്കും, കൂഴപ്ലാവിൻ്റെയോട് ചോദിക്കും. അങ്ങനെ വരിക്കപ്ലാവ് അമ്മയെ സമാധാനിപ്പിച്ച് ആ മരത്തണലിൽ ഇരുത്തി. അങ്ങനെയൊക്കെയാണ് കഥ. അങ്ങനെ ആ വരിക്കപ്ലാവിനോടുള്ള ഇഷ്ടം കാരണം ദേവി വരിക്കപ്ലാവിനെ അനുഗ്രഹിച്ചിട്ടാണ് പോണത്. നിൻ്റെ ബലം നല്ല മധുരമായിരിക്കുമെന്നും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അനുഗ്രഹങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് വരിക്കപ്ലാവിൽ പിന്നെ ദേവി രൂപങ്ങളൊക്കെ കൊത്താനായിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. വരിക്കപ്ലാവിൽ ദേവി രൂപങ്ങളൊക്കെ ഉണ്ടാക്കും, വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കും. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ദേവി വരിക്കപ്ലാവിന് കൊടുത്ത്. അതുപോലെ തന്നെയാണ് മാവിനോട് ചോദിക്കുമ്പോഴേക്കും മാവ് ഭയങ്കര പരുഷമായിട്ടാണ് ദേവിയോട് മറുപടി പറഞ്ഞതെന്നാണ് പറയണത്. അതുകൊണ്ട് ദേവി മാവിനെ ശപിക്കും. നീ ആദ്യം പൂക്കണമ്പോൾ നിൻ്റെ ഈ മാമ്പൂക്കളെല്ലാം കുമ്പത്തിൽ പേണ മഴയിൽ അത്രയും കൊഴിഞ്ഞു പോവും. അടുത്ത് നിനക്ക് ഉണ്ണിമാങ്ങകൾ വരുമ്പോഴേക്ക് പിള്ളേരെല്ലാം അതിനെ കല്ലെറിയും. നിനക്ക് എപ്പോഴും കല്ലേറ് കിട്ടാനുള്ള വിധി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നീ ശവന്തീനിയായിട്ട് മാറും എന്നൊക്കെയാണ് മാവിനെ ശപിക്കുന്നത്. ശവന്തീനി എന്ന് പറഞ്ഞാൽ ശവങ്ങളെല്ലാം ദഹിപ്പിക്കണത് മാവിൻ്റെ തടി വെച്ചിട്ടല്ലേ. അങ്ങനെ ഒരുപാട് ശാപങ്ങൾ, കണ്ണകി ശാപം കിട്ടിയ ഒരു മരമാണ് മാവെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. സംഭവം ഇത്രയാണ്. അപ്പോൾ അതാണ് മാവിന് കണ്ണകി ശാപം കിട്ടിയത്. അപ്പോൾ അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഉള്ളിപ്പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മുമ്പൊക്കെ ഞങ്ങൾ കുഞ്ഞിലേന്ന് വെച്ചാൽ അമ്മ മിക്കവാറും ഈ ഉള്ളിപ്പൂ തോരനായിരുന്നു വീട്ടിൽ വെക്കണത്. പിന്നെ ഇപ്പോൾ കുറേ നാളായി കേട്ടോ ഈ ഉള്ളിപ്പൂവൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ചന്തയിൽ പോയപ്പോഴേക്കും ഉള്ളിപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അതിന് ഒരു തോരൻ വെക്കണം. ഇത് തന്നെയാണ് ഉള്ളിപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ് ഒണിയൻ ഇല്ല, അത് തന്നെയാണ്. ഇതിന് ചിലപ്പോൾ മലയാളം പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. സ്പ്രിംഗ് ഒണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടും. അങ്ങനെ ഇനി അതൊരു തോരൻ വെക്കണം. രമ്യ ചേച്ചി അതിനൊക്കെയുള്ള തേങ്ങയൊക്കെ അവിടെ തിരുവിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചാൽ. പിന്നെ നമുക്ക് ഏകദേശം ഈ സവോള ഇടുന്നതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേണമെങ്കിൽ ഈ സ്പ്രിംഗ് ഒണിയൻ ഇടാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചക്ക കുക്കറിലാണ് വേവിച്ചത്. ചക്ക കണ്ടപ്പോഴേക്കും 30 രൂപയ്ക്കാണ് ചക്ക കിട്ടിയത്. കുറച്ച് ചക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വേവിച്ചെടുത്തപ്പോഴേക്കും നമ്മളിങ്ങനെ പൊലിച്ച് കയറുമെന്ന് പറഞ്ഞില്ലേ, നമ്മൾ വേവിക്കാനായിട്ട് വെച്ചതിൻ്റെ ഒരു ഇരട്ടിയായി. നല്ല ചക്കയായിരുന്നു, നല്ല രുചിയായിരുന്നു ചക്ക വെച്ചിട്ട്. അപ്പോൾ ചക്ക എരിശ്ശേരി വെക്കാനായിട്ട് എല്ലാം ഉടച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഉടയ്ക്കും തോറും മുറിന്ന് കയറുമെന്ന് പറയില്ലേ, വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വന്ന്.
അപ്പോൾ ഇതുപോലത്തെ ചക്ക കഴിച്ചിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ 1 വർഷമായി. നല്ല ചക്കയെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കും തോറും അതിങ്ങനെ പൊലിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല രുചിയായിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഇതുണ്ടല്ലോ, നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുക്കറിലല്ലേ ഈ ചക്ക വെച്ചത്, അതിനെ ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അത് മൊത്തമൊക്കെ ഒന്ന് വഴിച്ചൊക്കെ വേറൊരു പാത്രത്തിലാക്കിയതിന് ശേഷം കടുക് വറുത്തൊഴിക്കണം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്താൽ നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചക്ക എരിശ്ശേരിയായിട്ടാണ് വെക്കണത്. അപ്പോൾ ഇങ്ങനെ ഈ കട്ടയ്ക്ക് ചക്ക ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മരിച്ചിന് വെക്കുമ്പോൾ ഇങ്ങനെ കുറുക്കി എടുക്കുമല്ലോ കട്ടയ്ക്ക്. എനിക്ക് അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്. വീട്ടിലെ അമ്മയ്ക്കാണെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം, എനിക്കാണെങ്കിൽ അത് കണ്ടുകൂടാ. ഇങ്ങനെ വെക്കുന്നതാണ് കുറേ കൂടെ ഇഷ്ടം, ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. അപ്പോൾ തേങ്ങയും കൂടെ വറുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ മതി, കുറച്ച് തേങ്ങ വറുത്ത് അതിലിടുമ്പോഴേക്ക് ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഇതിൽ കടുകും കൂടെ താളിച്ചൊഴിക്കണം. പിന്നെ ചക്കയും മീനും ഉണ്ടെങ്കിൽ ഒരു രസം കൂടെ വേണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ തികയുള്ളൂ. അങ്ങനെ ഇന്നലെ വെച്ച് രസം ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് രസമൊന്നും വേണ്ട. പിന്നെ ഇപ്പം തന്നെ കറികൾ കൂടിയില്ലേ, ചക്കയായി, കണവത്തോരനായി, പിന്നെന്തോന്ന് കണ്ണൻകൊഴിയാള മീനായി, ചീരക്കറിയായി, അങ്ങനെ വിഭവങ്ങൾ ഒരുപാടായിട്ടുണ്ട്. പിന്നെ ഇനി ഉള്ളിപ്പൂ തോരനും കൂടെ വെക്കണം. അപ്പോൾ അതിനായിട്ടാണ് കടുക് താളിച്ചിട്ട് ഈ അരപ്പൊന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളിപ്പൂവും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിന് ഉള്ളിപ്പൂവും കൂടെ തോരൻ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഞാൻ തോരൻ വെക്കണതും ഇങ്ങനെ തന്നെ, ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ സംഭവങ്ങളെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഒരുപാട് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഉള്ളിപ്പൂവും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതിരുന്ന് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ആക്കി എടുക്കുമ്പോഴേക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലിരുന്ന് നന്നായിട്ട് വെന്ത് നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളിപ്പൂവും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ അന്നങ്ങ് തോരൻ വെച്ച് എടുക്കണം. അപ്പോൾ ഇന്നിനി ഇത്രയൊക്കെയുള്ള വിഭവങ്ങളെല്ലാം. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഉണ്ട്, രമ്യ ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഇത്രയും വിഭവങ്ങൾ കുറച്ചങ്ങ് കൂട്ടാമെന്ന് വിചാരിച്ച്. പിന്നെ അതുമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ആകുമ്പോഴേക്ക് ഭയങ്കര വിശപ്പായിരിക്കും. 12 മണി ആകുമ്പോൾ തൊട്ട് വിശപ്പ് കൂടും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൊക്കെ ആയിരിക്കും ആഹാരം കഴിക്കണത്. ഈ നല്ല ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ അറിയാമല്ലോ, എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കും. പിന്നെ ചന്തയിൽ പോയപ്പോൾ കിട്ടിയതാണ് ഈ ബമ്പിളി നാരങ്ങ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ 1-2 വെറൈറ്റി ഉണ്ട്. നല്ല പിങ്ക് കളറാണ് ഇവിടെ കൂടുതലും ഉള്ളത്. പക്ഷേ ഇത് പിങ്ക് കളറല്ല, വെള്ള കളറായിരുന്നു. ഇതിലധികം കയ്പ്പ് വരില്ല. ആ നല്ല പിങ്ക് കളറായിട്ടിരിക്കുന്നതിൽ കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചന്തയിൽ നിന്ന് 20 രൂപ കൊടുത്ത് വാങ്ങിയതാണ്, അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് പറയുമ്പോൾ തന്നെ വായതിങ്ങനെ വെള്ളം വരെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ പകുതി എടുത്തിട്ട് അച്ചാറിടാം. പകുതി എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അച്ചാറിട്ട ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ, ഇതിൻ്റെ ആ ഒരു കയ്പ്പ് രസവും പിന്നെ അതിൻ്റെ ആ മധുരവും പിന്നെ നമ്മൾ അച്ചാറിൻ്റെ എരിവും എല്ലാം കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് അച്ചാറൊക്കെ പിന്നെ ഇടാം, എനിക്കൊന്ന് കഴിച്ചോളാൻ വയ്യായിരുന്നു. അങ്ങനെ കുറച്ച് ഇളക്കിയൊക്കെ എടുത്തിട്ട് ഒന്ന് കഴിക്കണം. ഉപ്പും മുളകും കൂടെ കൂട്ടി കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ഉപ്പും മുളകും എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല, അങ്ങ് കഴിച്ചാൽ മതി. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, പിങ്ക് പോലെയല്ല, ഇത് നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു വീട്ടിൽ ഇതുപോലെ ബമ്പിളി നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണം ആകുമ്പോഴേക്ക് ആ ബമ്പിളി നാരങ്ങയിലാണ് ഊഞ്ഞാലിടാറുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഈ ബമ്പിളി നാരങ്ങയൊക്കെ കാണുമ്പോഴേക്ക്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, ഓരോ കാലഘട്ടം കഴിയുമ്പോഴേക്ക് അത് അവരുടെ കുടുംബ വീടായിരുന്നു, എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുടെ വീടായിരുന്നു. അപ്പോൾ ആ വീടൊക്കെ അവർ പൊളിച്ച് കളഞ്ഞിട്ട് ആ വീടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 3 വീടായി. അപ്പോഴേക്ക് ആ ബമ്പിളി നാരങ്ങയൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മ മാത്രമാണ്. പിന്നെ അന്ന് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഊഞ്ഞാലാടിയതൊക്കെ തന്നെയാണ്. അന്ന് ഇരുന്നാടും നിന്നാടും എന്തൊക്കെ മേളമായിരുന്നു. പിന്നെ അതിനുശേഷം ഊഞ്ഞാൽ പോലും അങ്ങനെ ആടിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ ചേട്ടനാണെങ്കിൽ ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യമാണ്. ആൾക്കെന്തോ ഭയങ്കര പേടിയാണ്, അതിന് മാത്രം സമ്മതിക്കൂല. ഇപ്പോൾ ഇവിടെ കേശുവിന് തന്നെ ഒരു ഊഞ്ഞാൽ നമുക്ക് ഹാളിലെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ സമ്മതിക്കുകയില്ല.
അങ്ങനെ ബമ്പിളി നാരങ്ങ കഴിച്ചതിനൊക്കെ ശേഷം ഇനി ബാലൻസ് എടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ബമ്പിളി നാരങ്ങ അച്ചാറിട്ട് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നോക്കണം. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറൊന്നും പോലെയല്ല, ഇതൊരു പ്രത്യേക ടേസ്റ്റാണിത് കഴിക്കുമ്പോഴേക്ക്. അങ്ങനെ ഇതിന് ഇതേപോലെ എടുത്തിട്ട് ആ അല്ലികൾ മാത്രം എല്ലാം ഒന്ന് ഇളക്കി എടുത്തിടണം. പെട്ടെന്ന് ഇളകി കിട്ടും, ഇത് കണ്ടില്ലേ. പിന്നെ നാരങ്ങയുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ ആളും ഇതെന്നല്ലേ പറയാറ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഗമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാരങ്ങയോളം വലിയൊരു സ്ഥാനം ഇതിന് ആരും കൽപ്പിച്ചിട്ടില്ലെങ്കിലും ഇതിനും ഇതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഫാറ്റ് ലിവറല്ലേ, ഫാറ്റ് ഉണ്ടല്ലോ, കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനായിട്ടൊക്കെ ഇതിന് കഴിവുണ്ടെന്നാണ് പറയണത്. കാരണം വൈറ്റമിൻ സി ഉണ്ടല്ലോ, വൈറ്റമിൻ സി കൂടിയതല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഓറഞ്ചും വേറെ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിക്കണേക്കാളും ഇതൊരെണ്ണം കഴിച്ചാൽ മതി. മക്കൾക്കായിരുന്നാലും നമ്മളെ കണ്ണു മുന്നിൽ വിളഞ്ഞതല്ലേ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കും. നമ്മുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് നമുക്ക് ഇതിനൊന്നും വലിയ മടിയെന്ന് വെച്ചാൽ മടിയൊന്നും ഇല്ലെന്നല്ല, വലിയ മടിയാണ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാനായിട്ട്. നമ്മളിങ്ങനെ വലിയ കണ്ണാടിക്കൂട്ടിനകത്ത് ഭയങ്കര ഗമയോടുകൂടി ഉള്ള പെസ്റ്റിസൈഡ്സൊക്കെ അടിച്ച് വരണ ഓറഞ്ചായിരുന്നാലും ആപ്പിളായിരുന്നാലും നമുക്ക് അതിനടുത്താണ് കുറേ ഇഷ്ടം കൂടുതൽ. അല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് നമ്മളെ കണ്ണു മുന്നേ വളർന്ന ഇപ്പോൾ പപ്പായ ആയിരുന്നാലും ഇതുപോലുള്ള സംഭവങ്ങളായിരുന്നാലും ഇതൊക്കെ ഒന്ന് അവിടെ വളർന്ന് വന്നാലും നമ്മൾ ഒരു കെയറും കൊടുക്കേണ്ട, അത് തനിയെ വളർന്ന് ഇഷ്ടംപോലെ കായ്ച്ച് നമുക്കിങ്ങനെ അതിൻ്റെ കായ്ഫലങ്ങൾ തന്നോളും. പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്തൊന്നും വലിയ താല്പര്യം ഇല്ലെന്നേ ഉള്ളൂ, വലിയ മൈൻഡില്ല. എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതിനോട് നമുക്ക് എപ്പോഴും ഒരു മുഖം തിരിക്കലാണല്ലോ. അങ്ങനെ ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് പോണതാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പിന്നെ ഇനി അതിൽ ഉപ്പിട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്ത് കായപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ എല്ലാ കറികളിലും ലാസ്റ്റ് ഒരു അല്പം പഞ്ചസാര ചേർക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് സഹായിക്കും. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ ചേർത്ത് ഇപ്പോൾ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ബമ്പിളി നാരങ്ങയുടെ അല്ലികളെല്ലാം അല്ലിയെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഇതേപോലെ എടുത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി അച്ചാർ റെഡിയായി. ഞാൻ പറഞ്ഞില്ല, ചുമ്മാ കഴിക്കാനായിട്ടൊക്കെ അച്ചാർ പ്രേമിയൊക്കെ മാത്രമാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളവരെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ ഏതിലൊക്കെ അച്ചാറിടാൻ പറ്റുമെന്ന് ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. അമ്മ അവിടെ ചോറിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനും നന്ദുവാണിത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൾക്കും ഇതുപോലെ അച്ചാറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ ഈ ബമ്പിളി നാരങ്ങ ആയിരുന്നാലും പേരയ്ക്ക ആയിരുന്നാലും ചക്കയും മാങ്ങയും എല്ലാം അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അവളും കൂടെയാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി അതിനൊന്ന് വിലയിരുത്തിയത് എങ്ങനെയുണ്ടെന്ന്. അവൾക്കും ഇഷ്ടപ്പെട്ട് നന്നായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ചിലപ്പോൾ ഇത് ഫ്രീ ആയിട്ടൊക്കെ വെറുതെ ഇങ്ങനെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാച്ചു കിടപ്പുണ്ടായിരിക്കും. എന്നെ പോലെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ പോലും നിങ്ങൾക്കൊന്നും കാണില്ല. അപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരു വെറൈറ്റി അല്ലേ. പിന്നെ ചേട്ടൻ ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാനും കേശുവും കൂടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചത്. നേരെ കാണുന്നത് തന്നെയാണ് വീട്. എന്നാലും പിന്നെ ചേട്ടൻ അങ്ങോട്ട് പോണത് കൊണ്ട് നമ്മളങ്ങ് കൂടെ പോകാമെന്ന് വിചാരിച്ച്, നടക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ പുറത്തിരിക്കുകയായിരുന്നു, ഞങ്ങളെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഗേറ്റ് തുറന്നപ്പോഴാണ് അമ്മ ഇതാരാണെന്ന് കണ്ടത് രണ്ടുപേരും. അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോഴേക്കും ഒരു ആശ്വാസമാണ്. ഒത്തിരി സ്ഥലം വേറെ ഒന്നും കൊണ്ടല്ല, ഒത്തിരി സ്ഥല സൗകര്യങ്ങളുണ്ടല്ലോ, ഒന്ന് പുറത്തൊക്കെ ഇരിക്കാമല്ലോ. ഇവിടെ വന്നാലും വീട്ടിനകത്ത് കയറി ഇരിക്കൽ കുറവാണ്. ഞാൻ പറയില്ല, ചില വീടുകൾക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്, അതുപോലൊരു ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോഴേക്കും. അങ്ങനെ അമ്മ ഈ പുളിയുടെ എന്തോ പറയാനായിട്ട് ഇത് സംഭവം ഉണ്ടല്ലോ, പുളിയുടെ തോല് അതിട്ട് പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര കൊതുവാണ്, കൊതുവിനൊരു രക്ഷയുമില്ല. അപ്പോൾ കേശു ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൻ്റെ ചെണ്ടയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നിട്ട് മറന്നുപോയി. ഞാനാണെങ്കിൽ ഇറങ്ങിയപ്പോഴേക്കും ചെണ്ട എടുക്കാനായിട്ട് മറന്നുപോയി. ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ അമ്മേനെയൊക്കെ ഇനി ചെണ്ട കൊട്ടി കേൾപ്പിക്കണമെന്നായിരുന്നു അവൻ്റെ പ്ലാന്.
അപ്പോൾ ചെണ്ട എടുത്തില്ല എന്ന് പറഞ്ഞാൽ വന്ന പാടെ വീണ്ടും അവൻ്റെ അച്ഛനെയും കൊണ്ട് തിരിച്ചു പോയി. ചേട്ടനാണെങ്കിൽ കട അടയ്ക്കാതെയല്ലേ വന്നത്. ഷോപ്പിൻ്റെയൊക്കെ കാര്യം അറിയാമല്ലോ, എപ്പോഴാണ് കസ്റ്റമർ വരണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു സമാധാനവും കൊടുക്കാണ്ട് അച്ഛനെയും കൊണ്ടുപോയി ചെണ്ടയും കൊണ്ട് വന്നിട്ടുണ്ട് ആൾ. ഇനി മോനെയും ഇവിടെ ആക്കിയിട്ട് ചേട്ടൻ അങ്ങ് ഷോപ്പിൽ പോകും. ഞങ്ങളിനി ഒരു 7 മണി 7:30 ആകുമ്പോഴേക്ക് പോവുള്ളൂ. അപ്പോഴേക്ക് അച്ഛൻ കൊണ്ടാക്കിത്തരും. കൊണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനങ്ങ് നടന്ന് പോകാമെന്ന് പറയും. എന്നാലും അവർ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് കയറണത് ഞങ്ങളെ വീട് തന്നെ. രാത്രി ആയതുകൊണ്ടാണ് കൊണ്ടാക്കിത്തരാമെന്നൊക്കെ പറയണത്. അപ്പോൾ ചെണ്ടയും കൊണ്ട് ആളങ്ങനെ നടക്കുകയാണ് അവിടെ. പിന്നെ ഇനി അവനും ഇതുപോലെ തന്നെ ഇവിടെ വന്നാലും എല്ലാം ഒന്ന് അരിക്കണം. അത് ഇവിടെ വന്നാലും അങ്ങനെ തന്നെ, അവൻ്റെ അപ്പന്മാരെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ. മൊത്തത്തിലൊരു അരിപ്പുണ്ട് കേശുവിനും. പിന്നെ ഇവിടെ വരുമ്പോൾ കേശുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ ഒരു മണി അടിക്കണം. അമ്പലങ്ങളിൽ പോയാലും അവൻ ഇത് തന്നെ, അവിടുത്തെ മണികൾ അവൻ അടിക്കണം. അതാണ് മോൻ്റെ ഇഷ്ടം. പിന്നെ വന്നപ്പോഴും എൻ്റെ അടുത്ത് പറയാനുണ്ട്, അമ്മ വെള്ളം കോരാം, ഒന്ന് വെള്ളം കോരുമെന്ന്. അപ്പോൾ വെള്ളം കോരുമ്പോൾ അവനും കൂടി ഇങ്ങനെ ബാക്കിൽ നിന്ന് കയറിൽ ഇങ്ങനെ കോരണത് പോലെ വലിച്ചെടുക്കാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളത്തിൽ കളിയാണ് കേശുവിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. എവിടെ വെള്ളം കണ്ടാലും അപ്പോഴവന് വെള്ളത്തിൽ കളിക്കണം. അങ്ങനെ അവിടെ നിന്നൊരു കുപ്പി എടുത്ത് ആ കുപ്പിയിൽ വെള്ളം നിറച്ച് അവിടെ മൊത്തം കൊണ്ട് നടക്കുകയാണ് ആ വെള്ളവുമായിട്ട്. ഞാൻ അവിടെ ക്യാമറ വെച്ചിരുന്നത് കണ്ടപ്പോഴേക്ക് അവിടെ വന്ന് കിടന്ന് കാണിച്ച കോപ്രായങ്ങളായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ. അതിനുശേഷം അന്ന് അനന്തം ഉണ്ടാക്കിയ ഒരു ബോളായിരുന്നു, പേപ്പർ വെച്ചിട്ട് അതിവിടെ ഇട്ടിട്ട് പോയി. ഇനി ഇവിടെ വരുമ്പോഴേക്ക് കളിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ആ പുക പോണതിനെ പിടിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയത്. അതിനുശേഷം പിന്നെ അപ്പാപ്പനും ചെറുമോനും കൂടെ അവിടെ ബോൾ കളിയായിരുന്നു, ഫുട്ബോൾ കളി. അപ്പോൾ കേശുവിനാണെങ്കിൽ ഭയങ്കര ആവേശം, അവനെല്ലാം അറിയാൻ അച്ഛനെ കാണിക്കണമല്ലോ. അതിനൊന്ന് പിന്നെ ബോയിലിച്ചൊക്കെ അടിക്കണുണ്ട്. ബോൾ എവിടെയെങ്കിലും പോയാൽ പിന്നെ അവൻ പോയി എടുക്കൂല, കേശു പോയി എടുക്കൂല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവരെ ഡ്യൂട്ടിയാണ് അതൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം ഫുട്ബോളൊക്കെ കളിച്ച് കേശു അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല ഒത്തിരി വെള്ളത്തിൽ കളിക്കാനായിട്ട് കുറച്ച് കുരുത്തക്കേട് കാണിക്കാനായിട്ട് പോകും. അച്ഛൻ ബോൾ എടുക്കാൻ പോണ സമയത്തേക്ക് അവൻ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് അവിടെ ഒപ്പിക്കും. അങ്ങനെ അമ്മ ഒരു ഓറഞ്ചൊക്കെ പൊളിച്ചു കൊടുത്ത് അതും തിന്നും കൊണ്ടാണ് പിന്നത്തെ കളികളെല്ലാം. കണ്ടില്ലേ, ബോള് എടുക്കുന്നു, എറിയുന്നു, ഓറഞ്ച് കഴിക്കുന്നു, ഇതൊക്കെ തന്നെയാണ് കേശുവിൻ്റെ പരിപാടി. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാനുണ്ട്, അപ്പാപ്പനെ കൊണ്ട് പറ്റൂല, ഞാൻ ഭയങ്കര കളിയാണെന്നൊക്കെ പറഞ്ഞാണ് അച്ഛൻ്റെ കൂടെ അവിടെ നിൽക്കണത്. പിന്നെ അവിടെ കൊതുകുതിരി കത്തിച്ച് വെച്ചിരുന്നതിന് ഒന്ന് കുത്തി നോക്കണം. കുറേ നേരം കൊണ്ട് കൊതുകുതിരിയുടെ അടുത്ത് പോകും, തിരിച്ചു വരും. വീണ്ടും ഇപ്പോൾ അമ്മയുടെ അടുത്ത് പോയിട്ട് ഓറഞ്ച് കഴിച്ച് അങ്ങനെ അങ്ങ് വലിയ ആളായിട്ട് അവിടെ അങ്ങനെ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരെ ഞങ്ങളുടെ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴേക്ക് ചേട്ടൻ ഷോപ്പൊക്കെ അടച്ച് വന്നപ്പോഴേക്ക് കേശുര കുറച്ച് ദിവസം കൊണ്ട് പറയണുണ്ട് പൊറോട്ട കഴിക്കാനായിട്ട് കൊതിയെന്ന്. ഇപ്പോൾ അധികമൊന്നും അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല പേടിച്ചിട്ട്. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് മോനിങ്ങനെ ഒരു കൊതി പറയല്ലേ. അങ്ങനെ ഇന്ന് ചേട്ടൻ വന്നപ്പോഴേക്കും ഷവായിയും പൊറോട്ടയൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. കേശുവിനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഭയങ്കര ഒരു സന്തോഷവും ഒരു മേളമൊക്കെയാണ്. ബാക്കി ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. ഇങ്ങനെ ഫോണൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലേ ആൾ കഴിക്കുകയുള്ളൂ. പക്ഷേ പൊറോട്ടയും ചിക്കനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കൊന്നും വേണ്ട, അങ്ങ് ഈ കിടന്ന് കാണിക്കണ മേളമൊക്കെ ഉള്ളൂ. കഴിക്കുമ്പോഴേക്ക് അവന് ആവശ്യമുള്ളത് മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇത് കാണുമ്പോഴുള്ള അവൻ്റെ ഒരു സന്തോഷവും മേളമൊക്കെ കണ്ടാൽ ഇത് മൊത്തം ഇപ്പോൾ കേശു തന്നെ കഴിച്ച് തീർക്കുമെന്ന് ആണ് തോന്നണത്. പിന്നെ ആൾക്ക് മയണൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കൊടുക്കാനും പേടിയാണ്. ഇങ്ങനെയുള്ള ഫുഡാണ്, ഇപ്പോൾ പിള്ളേരെ കാര്യം അറിയാമല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള ഫുഡുകളാണല്ലോ കൂടുതൽ ഇഷ്ടം. മയണൈസ് ആയിരുന്നാലും പിന്നെ അതുപോലെ തന്നെ സോസ്, ടൊമാറ്റോ സോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് കഴിക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് വാങ്ങി വെക്കാറേ ഇല്ല. ഫ്രിഡ്ജ് തുറന്ന് അവൻ തന്നെ എടുത്തങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതിൽ തന്നെ മയണൈസ് കണ്ടപ്പോഴേ പറഞ്ഞു, മയണൈസ് അല്ല എനിക്ക് വേണമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷവായി കുറേ നാളെ ഞങ്ങൾ ഷവായി കഴിച്ചിട്ട്. പണ്ട് ഈ സ്വിഗ്ഗിയും യൂബർ ഈറ്റ്സൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, അയ്യോ ഭയങ്കര ഓഫറിൽ ഇതൊക്കെ കിട്ടുമായിരുന്നു. മിക്കവാറും രാത്രി ആകുമ്പോഴേക്കും ഇത് ഓർഡർ ചെയ്യും, കഴിക്കും. അങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും. ഞങ്ങളായിരുന്നാലും ഞങ്ങൾ അയൽപക്കത്തുള്ളവരായിരുന്നാലും ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴേക്കും അവരും പറയും ഞങ്ങൾക്ക് വേണം. അങ്ങനെ എല്ലാവരും കൂടെ അതൊരു രസമായിരുന്നു. രാത്രി ആകുമ്പോഴേക്കും ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങനെ ഓർഡർ ചെയ്യാനായിട്ടിരിക്കും. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഓർഡർ ചെയ്യണമെങ്കിൽ നല്ല തുച്ഛമായ വിലയ്ക്ക് നമുക്കിതൊക്കെ കിട്ടുമായിരുന്നു.
അയ്യോ അങ്ങനെ കുറേ കഴിച്ച് പിന്നെ അസുഖങ്ങളായി കൊളസ്ട്രോളായി അതോടുകൂടിയാണ് എല്ലാം നിന്നത്. പിന്നെ ആ യൂബർ ഈറ്റ്സും സ്വിഗ്ഗിയൊക്കെ ഇറങ്ങിയപ്പോഴുള്ള ഓഫർ പിന്നീട് അവരങ്ങ് കട്ട് ചെയ്തല്ലോ. അന്നൊക്കെ എന്തായിരുന്നു മേളം. അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി ഇനി ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി കഴിക്കണം, കിടന്നുറങ്ങണം, അതാണ് ഇനി അടുത്ത പരിപാടി. ഇനി അടുക്കള കുറച്ചും കൂടിയൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ട്, പാത്രങ്ങളൊക്കെ ഇനിയും കഴുകി വയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ആഹാരം കഴിക്കട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.